കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. നാളെ വൈകിട്ട് 3:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ആരോഗ്യമന്ത്രിയുമായി 3-ാം തവണ നടത്തുന്ന ചർച്ച അനുകൂലമാകുമെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതീക്ഷ. ഈ വിഷയത്തിൽ സംസാരിക്കാൻ MA ബിന്ദു, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീമതി MA ബിന്ദു, സ്വാഗതം. 3-ാം വട്ടമാണ് ചർച്ച. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ ഈ ചർച്ചയിൽ? നമ്മൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക, പെൻഷൻ അനുവദിക്കുക. ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 52 ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്ന് 14 ദിവസം പൂർത്തിയാകുകയാണ്. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ സഹിച്ച് നിരാഹാര സമരം അടക്കം ഉള്ള സമരം പരിപാടികളൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നു. കാരണം ഈ ഡിമാൻഡിന്മേൽ ഉള്ള ചർച്ച നടക്കണം. വിട്ടുവീഴ്ച എന്നുള്ളത് നമുക്ക് ആ ടേബിളിൽ എത്തുമ്പോഴാണ് അവിടെ വെക്കുന്ന ഫോർമുല എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഒരു ഫോർമുല ഇല്ലല്ലോ. പിന്നെ വ്യക്തമാണ് MA ബിന്ദു. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 തവണത്തെ ചർച്ചകളിലും ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആണല്ലോ ഈ സമരം നടത്തുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 52 ദിവസമായി, 14 ദിവസമായി നിരാഹാര സമരം. INTUC ഒപ്പം തന്നെ CITU സംഘടനകളെ ഈ വിഷയത്തിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതത്ര നിഷ്കളങ്കമായിട്ടാണ്? അല്ല, നമ്മുടേതുപോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണല്ലോ. അപ്പോൾ തീർച്ചയായും സമരം നടത്തുന്നത് ഞങ്ങളുടെ സംഘടനയാണ്. മറ്റ് സംഘടനകളെ കൂടി വിളിച്ചുകൊണ്ട് ചർച്ച പറ്റത്തുള്ളൂ എന്ന്, അത് ചർച്ച ആരെയൊക്കെ വിളിക്കണം എന്ന് തീരുമാനിക്കുന്നത് ചർച്ച വിളിക്കുന്നവരാണ്. ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായും അവരാണ് തീരുമാനിക്കുന്നത് ആരെയൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ സമരത്തെ 2 ദിവസം മുമ്പ് മാത്രം അനുകൂലിച്ച INTUCയും നിങ്ങളുടെ സമരത്തെ അനുകൂലിക്കാത്ത CITUമാണ് നിങ്ങൾക്കൊപ്പം ചർച്ച നടത്തുന്നത്. പക്ഷേ അവിടെ ചർച്ച നടക്കേണ്ടുന്നത് നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകളെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് നടക്കേണ്ടുന്നത്. അതല്ലെങ്കിൽ പിന്നെ ആ ചർച്ച കൊണ്ട് എന്താണ് പ്രയോജനം? ചർച്ച നടത്തി സെറ്റിൽ ചെയ്യേണ്ടത് നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകളാണ്. ആ ഡിമാൻഡുകൾ ചർച്ച ചെയ്യണം, ഏത് യൂണിയൻ വന്നാലും. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണല്ലോ നിങ്ങളുടെ സമരാവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സ്ത്രീകളെ ഇനിയും ആ തെരുവിൽ കിടത്തരുത് എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുവായ ആവശ്യം. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. നമുക്കറിയില്ല ചർച്ചയുടെ ഔട്ട്കം എന്തായിരിക്കുമെന്ന്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ അടുത്ത സമരം കേന്ദ്രത്തിനെതിരെ നടത്തുമോ? അല്ല, കേന്ദ്ര സർക്കാർ നമ്മൾ കേരളത്തിൽ നടത്തിയ സമരത്തിൻ്റെ ഫലമായി അത് രാജ്യസഭയിലും ലോക്സഭയിലും കേരളത്തിൻ്റെ MPമാരെല്ലാവരും തന്നെ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദ അത് പ്രഖ്യാപിച്ച കാര്യമാണല്ലോ. അപ്പോൾ അത് ഇൻസെൻറ്റീവ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടപ്പോഴും ആ ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നതിന് ഞങ്ങൾക്കൊരു മടിയില്ല. വളരെ നന്ദി MA ബിന്ദു, നിലപാട് വ്യക്തമാക്കിയതിന്. ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം കേന്ദ്രത്തിനെതിരെ നടത്തുന്നതിനും കുഴപ്പമില്ല. ആശാ സമരം മുന്നോട്ട് പോവുകയാണ്. നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച.